അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ എന്നതാണ്. ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാം കാര്യങ്ങളിൽ നാം പ്രത്യേകമായി അറിയേണ്ട ഒന്നാമത്തെ കാര്യമായ 2 ഷഹാദത്ത് കലിമ എന്നിവയെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ വിവരിക്കുന്നത്. നമുക്ക് പാഠഭാഗം നോക്കാം. ഇസ്ലാം കാര്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകൾ കേട്ട് ഇസ്ലാം കാര്യങ്ങൾ പഠിച്ചവരായിരിക്കും. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ് എന്ന് തുടങ്ങുന്ന പാട്ടുകളിലൂടെ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നാം കേട്ടതും അറിഞ്ഞതുമായിരിക്കും. എന്നാൽ ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണം ഏതൊക്കെയെന്ന് നോക്കാം. 1. ഷഹാദത്ത് കലിമ. 2 അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. ഷഹാദത്ത് കലിമ 2 അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. ഷഹാദത്ത് കലിമ 2 ഏതാണ് എന്ന് നമുക്ക് പിന്നീട് പറയാം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. നിസ്കാരം 5 സമയങ്ങളിലായി നമ്മൾ നമസ്കരിക്കുന്നു. ആ നിസ്കാരം ഏതൊക്കെയാണ് എന്നും കൂടി നമുക്ക് പഠിക്കാം. 5 സമയത്തിൽ നമ്മൾ നിസ്കരിക്കുന്നു. ആ നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നുള്ളതാണ് ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തേത്. 3. സക്കാത്ത് കൊടുക്കുക. സമ്പത്ത് ഉള്ളവർ അതിൻ്റെ കണക്കനുസരിച്ച് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൊടുക്കേണ്ട അവകാശികൾക്ക് കൊടുക്കുന്നതിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിലെ 3ാമത്തെ കാര്യങ്ങളാണ്. 4. റമളാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. നമുക്കറിയാം, ഹിജ്റ മാസം എന്നറിയപ്പെടുന്ന 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ ഒരു മാസമാണ് റമളാൻ മാസം. ഈ റമളാൻ മാസം 1 മുതൽ അതിൻ്റെ അവസാനം വരെ 29 അല്ലെങ്കിൽ 30 നമുക്ക് തീയതികൾ റമളാൻ മാസത്തിൽ വരാം. ഈ ദിവസങ്ങളിൽ മുഴുവനും നോമ്പ് നോൽക്കണം. അത് നിർബന്ധമാണ്. ഈ നോമ്പ് നോക്കുന്നതിനെയാണ് ഇസ്ലാം കാര്യങ്ങളിൽ 4ാമതായി പറഞ്ഞത്. റമളാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. 5. ഹജ്ജ് ചെയ്യുക. കഅബത്തിൽ പോയി നിശ്ചിത ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മക്കയിൽ പോയി കഅബ തവാഫ് ചെയ്ത് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നതിനെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിലെ 5ാമത്തെ കാര്യമാണ്. ഇനി നമുക്ക് 2 ഷഹാദത്ത് കലിമ നോക്കാം. 2 ഷഹാദത്ത് കലിമയിൽ 1ാമത്തെ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൻ്റെ അർത്ഥം, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. അർത്ഥം നോക്കാം നമുക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. 2ാമത്തെ ഷഹാദത്ത് കലിമ നമുക്ക് നോക്കാം. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു.
വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. ഇതാണ് രണ്ട് ഷഹാദത്ത് കലിമ. രണ്ട് ഷഹാദത്ത് കലിമയിൽ ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, രണ്ടാമത്തേത് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത് എന്ന് കൂടിയാണ്. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ക്രമത്തിൽ നമ്പർ ഇടാം എന്നതാണ്. ഇവിടെ ഒരു വാചകം ഡിസോർഡറിലായി എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർഡറിലാക്കണം. അഥവാ ക്രമത്തിലല്ലാതെ നൽകിയ പദങ്ങളെ നമുക്ക് ക്രമത്തിലാക്കി മാറ്റി അതിനെ ശരിയായ വാചകമാക്കി മാറ്റണം. നമുക്ക് നോക്കാം. ഇവിടെ അഷ്ഹദു 1, അല്ലാ ഇലാഹ 2, ഇല്ല 3, അല്ലാഹ് 4. ഒന്നിച്ച് വായിക്കേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തേത് നോക്കാം. ഇവിടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. ആ ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങളെയും നമ്മൾ ക്രമത്തിലാക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1, 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുക എന്നുള്ളതാണ്. അതിന് ചിത്രമായിട്ട് കൊടുത്തതാണ് ഒരു വിരൽ ഉയർത്തി, ചൂണ്ടുവിരൽ ഉയർത്തി എന്നുള്ളത്. അതായത് ഏകനായ അല്ലാഹു എന്ന അർത്ഥത്തിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലാഹു ഒരുവനാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നിസ്കരിക്കുന്ന ചിത്രമാണ്. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ചിത്രം സക്കാത്ത് കൊടുക്കുക. നമ്മൾ സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അത് സക്കാത്ത് കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നാലാമത്തേത് നമുക്ക് കാണാം, ഒരു ചന്ദ്രനെ നമുക്കതിൽ കാണാം. അഥവാ മാസം കാണുമ്പോൾ നമ്മൾ ചന്ദ്രനെയാണ് നോക്കി മാസം ഉറപ്പിക്കുന്നത്. അത് റമദാൻ മാസം നമ്മൾ വരുമ്പോൾ അത് നമ്മൾ ഉറപ്പിക്കുന്നതും ചന്ദ്രനെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാലാമത്തെ ചിത്രം ആ ചിത്രമായിട്ട് നൽകിയിട്ടുള്ളത്. അഞ്ചാമത്തേത് കഅബയുടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ വലതുഭാഗത്ത് നൽകിയ വാചകത്തെ ഇടതുഭാഗത്ത് നൽകിയ വാചകത്തോട് യോജിപ്പിച്ച് ഒറ്റ വാചകമാക്കി മാറ്റണം. നമുക്ക് നോക്കാം. 1, റമദാൻ മാസം നോമ്പ് നോൽക്കൽ. റമദാൻ മാസം നോമ്പ് നോൽക്കൽ. 2, ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. 3, 5 സമയം നിസ്കാരം. 5 സമയം നിസ്കാരം. 4, ഷഹാദത്ത് കലിമ 2 ആകുന്നു. ഷഹാദത്ത് കലിമ 2 ആകുന്നു. ഇനി അടുത്ത തദ്രീബാത്തിൻ്റെ ഭാഗം പറഞ്ഞു പഠിക്കാം എന്നതാണ്. 2 ഷഹാദത്ത് കലിമ അർത്ഥസഹിതം പറഞ്ഞു പഠിക്കുക. നമ്മൾ പാഠഭാഗത്തിൽ കേട്ടതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥമാണ് തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. രണ്ടാമത്തെ ഷഹാദത്ത് കലിമയാണ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കൂടുതൽ തവണ പറഞ്ഞ് അത് കാണാതെ പഠിക്കുക. നാലാമത്തെ ഭാഗം നിറം കൊടുക്കാം എന്നുള്ളതാണ്. 2 ഷഹാദത്ത് കലിമയുടെ വാചകങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിലേക്ക് കളർ നൽകി നമ്മൾ വൃത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം. 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ രണ്ടാമത്തെ പാഠം നിസ്കാരം എന്നതാണ്. നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ രണ്ടാമത്തെ പാഠം നിസ്കാരം എന്നതാണ്. നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഈ പാഠത്തിലൂടെ നന്നായി പഠിക്കാം. ആദ്യമായി എന്താണ് നിസ്കാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. 5 സമയം നിസ്കരിക്കണം, അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് 1ാം പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. എന്നാൽ ആ രണ്ടാമത്തെ കാര്യമായ നിസ്കാരത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു പഠിക്കാനാണ് ഇനിയുള്ള പാഠങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ. അതെ, നാം 1ാമത്തെ പാഠത്തിൽ 5 നേരം നിസ്കരിക്കണമെന്ന് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമതാണ് എന്ന് നാം പഠിച്ചു. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുക എന്നുള്ളത് വളരെയേറെ പുണ്യം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. നിസ്കാരം 5 സമയങ്ങളിലായാണ് നിസ്കരിക്കേണ്ടത്. ആ 5 സമയങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം. നിസ്കാരങ്ങളുടെ സമയം, നിസ്കാരങ്ങളുടെ ക്രമം ഇങ്ങനെയാണ്: 1 ളുഹ്ർ, 2 അസ്ർ, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹ്. ളുഹ്ർ മുതൽ സുബ്ഹ് വരെയുള്ള ഈ 5 സമയങ്ങളിലായിട്ട് നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരമാണ്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഇങ്ങനെ 5 സമയങ്ങൾ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 5 കളറുകൾ നൽകിയിട്ടുണ്ടല്ലോ. ഈ 5 കളറുകളിലായിട്ട് നേരത്തെ ഓരോ കളറിലും ഓരോ നിസ്കാരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയത് ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ പൂരിപ്പിച്ച് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കളറ് ളുഹ്ർ എന്നതാണ്, 2ാമത്തെ കളർ അസ്ർ എന്നതാണ്, 3ാമത്തെ കളർ മഗ്രിബ് എന്നതാണ്, 4ാമത്തെ കളർ ഇശാ എന്നതാണ്, 5ാമത്തെ കളർ സുബ്ഹ് എന്നതാണ്. ഇനി നമുക്ക് താഴെ കൊടുത്തവ പൂർത്തിയാക്കാം എന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ചില നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്, ചിലത് എഴുതിയിട്ടില്ല. അത് നമ്മൾ ക്രമത്തിലായി പൂരിപ്പിച്ചെഴുതണം. നമുക്ക് നോക്കാം. 1 ളുഹ്ർ, 2 അസ്ർ, 3 മഗ്രിബ്, 4 ഇശാ, 5 സുബ്ഹ്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഇനി അടുത്ത ഭാഗം പറഞ്ഞു പഠിക്കാം. ഓരോ നിസ്കാരത്തിൻ്റെയും പേരുകൾ നാം പഠിച്ചതാണല്ലോ. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. നമ്മൾ പഠിക്കുന്നതോടൊപ്പം എഴുത്തും നന്നാക്കുക. പരീക്ഷകളൊക്കെ വരുന്നത് എഴുതാനാണ്. എഴുത്തിലൂടെ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എഴുത്ത് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. നമുക്ക് 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 3ാമത്തെ പാഠം നോക്കാം. ഫിഖ്ഹിലെ 3ാമത്തെ പാഠം എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നതാണ്. നമ്മൾ നിസ്കാരത്തിൻ്റെ ഓരോ സമയങ്ങളിലുള്ള നിസ്കാരം ഏതാണ് എന്ന് തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുവല്ലോ. എന്നാൽ നിസ്കരിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് വുളൂ ആണ്. വുളൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
എന്നാണ് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇതാണ് ആദ്യം നമ്മൾ കരുതി മുൻകൈ കഴുകേണ്ടത്. ആദ്യം നമ്മൾ മുൻകൈ കഴുകുമ്പോൾ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതണം. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും മുൻകൈ രണ്ടും കഴുകുകയും വേണം. ഇതാണ് ഒന്നാമത്തെ ഭാഗം. മുൻകൈ രണ്ടും കഴുകുമ്പോൾ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ചെയ്യുക. അതിനുശേഷം മിസ്വാക്ക് ചെയ്യുക. പല്ല് തേക്കാനുണ്ടെങ്കിൽ മുൻകൈ കഴുകിയതിന് ശേഷമുള്ള സമയത്താണ് മിസ്വാക്ക് ചെയ്യൽ ഏറ്റവും നല്ല സമയം. അത് കഴിഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. വായിൽ വെള്ളം കൊപ്പിളിക്കണം, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതിനുശേഷം നമ്മൾ വുളൂഇൽ ചെയ്യേണ്ടത്, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി മുഖം കഴുകുക. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലോടുകൂടിയായിരിക്കണം മുഖം കഴുകേണ്ടത്. മുഖം കഴുകുന്ന സമയത്ത് തന്നെ ഈ നീയത്ത് മനസ്സിൽ കരുതണം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതുക. ഇതാണ് മുഖം കഴുകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് വലത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക. വലത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇടത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക. ഇടത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക. അതിനുശേഷം ചെയ്യേണ്ടതാണ് തല തടവുക. തല മുഴുവനുമായോ അല്പമായോ എങ്ങനെയും തടവാവുന്നതാണ്. തല തടവുക എന്നുള്ളതാണ് ഇതിനു ശേഷം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈ രണ്ടും ഒന്നിച്ച് തടവുക. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് രണ്ട് ചെവിയും ഒന്നിച്ച് തടവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. അതിനുശേഷം വലത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. വലത് കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അതിനുശേഷം ഇടത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. വലത് കാലും പിന്നീട് ഇടത് കാലും നമ്മൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഇതോടുകൂടി ഒരു വുളൂഇൻ്റെ രൂപമായി. ഇവയെല്ലാം 3 പ്രാവശ്യം ചെയ്യണം. 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ് വുളൂഇൻ്റെ പൂർണ്ണമായ രൂപം. ഇങ്ങനെ നമ്മൾ വുളൂ ചെയ്ത് പഠിക്കണം. ആദ്യം മുൻകൈ കഴുകുന്നു, മിസ്വാക്ക് ചെയ്യുന്നു, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, മുഖം കഴുകുന്നു, കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകുന്നു. ആദ്യം വലത് കൈയും പിന്നീട് ഇടത് കൈയും. അതിനുശേഷം തല തടവുന്നു, പിന്നീട് ചെവി രണ്ടും ഒന്നിച്ച് തടവുന്നു. അതിനുശേഷം വലത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്നു. അതിന് ശേഷം ഇടത് കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്നു. ഇങ്ങനെ ചെയ്യലോടുകൂടി വുളൂ പൂർണ്ണമായി മാറുന്നു. നമുക്ക് ഇനി ഈ പാഠത്തിലുള്ള തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ ഭാഗം പറയാമോ എന്നതാണ്. 1. വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ടത്. മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ കരുതേണ്ട ഒരു നിയ്യത്താണ് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. 2. മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്. മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതാണ് കരുതേണ്ടത്. രണ്ടാമത്തെ ഭാഗം, തദ്രീബാത്തിലെ രണ്ടാമത്തെ ഭാഗം ചെയ്തു പഠിക്കാം എന്നതാണ്. അതായത് വുളൂഇൻ്റെ ഓരോ രൂപവും ചെയ്ത് പഠിക്കണം.
അതിലൊന്നാമത് ഇവിടെ നൽകിയിട്ടുള്ളത് മുഖം കഴുകുന്നത്. മുഖം എങ്ങനെയാണ് കഴുകേണ്ടത് എന്ന് കൃത്യമായി ഉസ്താദിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വുളൂ ചെയ്യുമ്പോൾ വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കഴുകണം. മുഖം കഴുകേണ്ടതാണ്, അല്ലാതെ വെള്ളം കൊണ്ട് തടവേണ്ടതല്ല. തടവി മുഖത്തിൻ്റെ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചാൽ വുളൂ ശരിയാകൂല. മുഖം കഴുകുമ്പോൾ മാത്രമേ വുളൂഇൻ്റെ മുഖം കഴുകുക എന്നുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് നൽകിയിട്ടുള്ളത് കാൽ കഴുകുന്നത്. കാൽ കഴുകുന്ന രൂപം എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കി എടുക്കണം. വിരലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴോട്ടുള്ള ഭാഗം അഥവാ നെരിയാണി, മടമ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്ന രൂപത്തിലാണ് നമ്മൾ കാല് കഴുകേണ്ടത്. അങ്ങനെ കഴുകുമ്പോഴാണ് വുളൂഇൻ്റെ പൂർണ്ണമായ രൂപം ആകുന്നത്. കാലും കഴുകേണ്ടതാണ്, അവിടെ വെള്ളം തടകിയാൽ മതിയാകുന്നതല്ല എന്നും കൂടി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം തല മുഴുവൻ തടവുന്നത്. തല നമ്മൾ തടവുമ്പോൾ അത് പൂർണ്ണമായും തലയുടെ തുടക്കം മുതൽ അഥവാ നെറ്റിയുടെ ആ ഭാഗം മുതൽ പിറകുവശത്തേക്ക് കൊണ്ടുപോയി വീണ്ടും പിറകുവശത്ത് നിന്ന് മുൻഭാഗത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന രൂപത്തിൽ തല തടവുന്നതാണ് ശരിയായ രൂപം. അത് ഒരു ഉസ്താദിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നാലാമത്തെ കാര്യം ചെവി തടവുന്നത്. ചെവി രണ്ടും ഒന്നിച്ചാണല്ലോ തടവേണ്ടത്. അപ്പോൾ നാം രണ്ട് കൈയും വെള്ളത്തിൽ നമ്മൾ കഴുകി ആ വെള്ളം കൊണ്ട് നമ്മൾ ചെവി രണ്ടും ഒന്നിച്ച് തടവണം. ചെവി തടവുമ്പോൾ നമ്മുടെ വിരലുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ഉസ്താദിൽ നിന്ന് കണ്ടുപഠിക്കുക. നമ്മുടെ ചൂണ്ടുവിരൽ ചെവിയുടെ അകത്ത് വെച്ച് തള്ളവിരൽ ചെവിയുടെ പുറത്ത് വരുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് തടവേണ്ടത്. അങ്ങനെയാണ് ചെവി രണ്ടും ഒന്നിച്ച് തടവുന്ന രൂപം. ഇനി അടുത്ത ഭാഗം രക്ഷിതാക്കളോടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിലൊന്നാമത്തേത് കുട്ടികളെ ശരിയായി വുളൂ ചെയ്ത് പരിശീലിപ്പിക്കുക. കുട്ടികൾ വീട്ടിലാണല്ലോ കൂടുതൽ സമയങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വുളൂ ചെയ്ത് വളരെ ശരിയാക്കി എങ്ങനെയാണോ വുളൂഇൻ്റെ പൂർണ്ണമായ രൂപം അത് പരിശീലിപ്പിച്ച് കൊടുക്കണം. രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് കുട്ടിയുടെ വുളൂ നിരീക്ഷിക്കുന്ന രക്ഷിതാവ് മാർക്ക് നൽകുക. അതായത് നമ്മുടെ കുട്ടികൾ വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ വുളൂ ചെയ്യും. വുളൂ ചെയ്യുമ്പോൾ അവരുടെ വുളൂ എത്രത്തോളം ശരിയാകുന്നു എന്ന് നോക്കി നാം ഒരു മാർക്ക് ഇടുക. 10 മാർക്കിൽ എത്ര മാർക്ക് നേടി? ശരിയായ രൂപം നോക്കി 5, 8, 10 മാർക്ക് ആ കുട്ടി നേടാം. അങ്ങനെ നേടുമ്പോൾ നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിൽ കുട്ടിയുടെ വുളൂ എത്രത്തോളം ശരിയായി എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും സാധിക്കും, നമ്മുടെ കുട്ടികൾക്കും അവരുടെ വുളൂ ശരിയാകുന്നുണ്ടോ എന്നും കൂടി അത് വളരെ ശ്രദ്ധിക്കാനും കൂടി നല്ലതായിരിക്കും. ഇനി അടുത്ത ഭാഗം, എൻ്റെ കുട്ടി പൂർണ്ണമായ രീതിയിൽ വുളൂ ചെയ്യാനറിയാം. അങ്ങനെ അറിയുമെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. വുളൂഇൻ്റെ നിയ്യത്തുകൾ അറിയാം. വുളൂഇൻ്റെ നിയ്യത്തുകൾ 2 എണ്ണമുണ്ട്. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന് മുൻകൈ കഴുകുമ്പോൾ പറയേണ്ടതും മുൻകൈ കഴുകുമ്പോൾ കരുതേണ്ടതും, വുളൂ എന്ന ഫർളിനെ ഞാൻ വിട്ടുന്നു എന്ന് മുഖം കഴുകുമ്പോൾ കരുതേണ്ടതും. ഇങ്ങനെ 2 സമയങ്ങളിലായി സുന്നത്തിൻ്റെ നിയ്യത്തും ഫർളിൻ്റെ നിയ്യത്തും കൂടി കുട്ടിക്ക് അറിയുമോ എന്ന് നോക്കി മാർക്കിടുക. അവിടെ അറിയുമെങ്കിൽ ശരിയെന്ന് ഇടുക.
3. കുട്ടി വുളു ചെയ്യുന്നത് കണ്ടു ഞാൻ തൃപ്തനാണ്. വുളു കുട്ടി ചെയ്യുമ്പോൾ അത് വളരെ നന്നായിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് തൃപ്തിയുണ്ടാകും. അങ്ങനെ തൃപ്തനാണെങ്കിൽ ശരിയെന്ന് അവിടെ ഇടുക. അഥവാ നമ്മുടെ കുട്ടിയുടെ വുളു ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ വുളു ശരിയാക്കുക. വുളു ശരിയായാൽ മാത്രമല്ലേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് വുളു പൂർണ്ണമായും ശരിയാക്കി എന്ന് ഉറപ്പ് വരുത്തണം. 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 4ാമത്തെ പാഠം നമുക്ക് നോക്കാം. വുളു മുറിയുന്ന കാര്യങ്ങൾ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നാം നേരത്തെ കഴിഞ്ഞ 3ാം പാഠത്തിൽ പഠിച്ചത് വുളുവിനെ കുറിച്ചായിരുന്നു. എങ്ങനെ വുളു ചെയ്യാം, വുളുവിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ്, ഇതൊക്കെയാണ് 3ാമത്തെ പാഠത്തിൽ നാം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ വുളു നഷ്ടപ്പെടും. ആ വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വുളു മുറിയുന്ന കാര്യങ്ങളിൽ 1ാമത്തേത് മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക. മൂത്രിക്കുക, കാഷ്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ വുളു നഷ്ടപ്പെടുന്നതാണ്. അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തേത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. നമ്മുടെ ബുദ്ധിക്ക് അതിൻ്റേതായ ഒരു നിലനിൽപ്പുണ്ട്. അത് നമ്മൾ ചില സമയങ്ങളിൽ അത് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് വുളു ഉണ്ടായാൽ ആ വുളു നഷ്ടപ്പെടുന്നതാണ് എന്നാണ്. അതായത് ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുകയാണല്ലോ, നമ്മുടെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ വുളു നഷ്ടപ്പെട്ടു പോകും. 2ാമത്തേത് ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ടും വകതിരിവ് നീങ്ങും. ഒരാൾക്ക് ഭ്രാന്തുണ്ടായി, ബോധക്ഷയം ഉണ്ടായി, മത്തുണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ബുദ്ധിയുടെ പ്രവർത്തനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവന് ആ സമയത്ത് വുളു ഉണ്ടായാൽ ആ വുളു നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വുളു മുറിയുന്ന കാര്യങ്ങളിൽ 3ാമത്തേത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. മുൻകൈയിൻ്റെ പള്ള എന്നാണ് ഇവിടെ പറഞ്ഞത്, വിരലുകൾ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മുൻകൈയിൻ്റെ പള്ള ഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളു നഷ്ടപ്പെടുന്നതാണ്. 4ാമത്തേത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ അവർ പരസ്പരം തൊട്ടാൽ, തൊലി തമ്മിൽ തൊട്ടാൽ അവരുടെ വുളു നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ ഭാഗം ഉത്തരം പറഞ്ഞെഴുതാം എന്നതാണ്. വുളു മുറിയുന്ന കാര്യങ്ങൾ. 1ാമത് വുളു മുറിയുന്ന കാര്യങ്ങൾ. വുളു മുറിയുന്ന കാര്യങ്ങൾ 4 എന്ന് നാം പഠിച്ചല്ലോ. 1. മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയ് അല്ലാത്തവ പുറപ്പെടുക. 2 എന്താണ്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. 4. വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഇതാണ് വുളു മുറിയുന്ന 4 കാര്യങ്ങൾ. 2ാമത്തെ ഭാഗം ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടു പോകുന്ന 4 കാര്യങ്ങൾ ഏതെല്ലാം? 1. ഉറങ്ങുക. 2. ഭ്രാന്ത്. 3. ബോധക്ഷയം. 4. മത്ത്. ഇതൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. 3ാമത്തെ ഭാഗം, 3ാമത്തെ ചോദ്യം,
മുൻകൈയിൻ്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളു മുറിയുക? മുൻകൈയിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളു മുറിയുക. 4-ാമത്തെ ചോദ്യം, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളു മുറിയുമോ? ഇല്ല. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളു മുറിയൂല. ഒരു മകൻ പിതാവിനെ തൊട്ടാൽ ഏതായാലും വുളു മുറിയൂല. എന്നാൽ ഉമ്മയെ തൊട്ടാലും വുളു മുറിയൂല. കാരണം അവർ അന്യരല്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് വലിയവരും അന്യരുമായ പുരുഷന്മാർ, സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക എന്നുള്ളതാണ്. ഉമ്മയും മക്കളും തമ്മിൽ അവർ അന്യരല്ല. അതുകൊണ്ട് അവർ പരസ്പരം സ്പർശിച്ചാൽ, തൊട്ടാൽ വുളു മുറിയുന്നതല്ല. ഇനി അടുത്ത ഭാഗം, വുളു മുറിയുന്ന കാര്യങ്ങൾക്ക് ശരി എന്ന അടയാളവും അല്ലാത്തവക്ക് തെറ്റ് എന്ന അടയാളവും രേഖപ്പെടുത്താം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണുന്ന ചിത്രമാണ്, വലതു ഭാഗത്ത് നിന്ന് ആദ്യമായി കാണുന്ന ചിത്രമാണ് 2 കുട്ടികൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു. ഇത് 2 കുട്ടികളും ആൺകുട്ടികളാണല്ലോ. അതുകൊണ്ട് തന്നെ വുളു മുറിയുന്നതല്ല, വുളു മുറിയുന്ന കാര്യം അല്ല. 2-ാമത്തത് ഉറങ്ങുക എന്നുള്ള ഒരു ചിത്രമാണ്, ഉറങ്ങുന്ന ചിത്രമാണ്. ഉറങ്ങുമ്പോൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. അപ്പോൾ വുളു നഷ്ടപ്പെട്ട് പോകുന്നതാണ്. 3-ാമത്തെ ചിത്രം അഥവാ ഇടത് ഭാഗത്ത് നൽകിയ ചിത്രം വെള്ളം കുടിക്കുന്ന ചിത്രമാണ്. വെള്ളം കുടിച്ചാൽ വുളു മുറിയുമോ? ഇല്ല. അപ്പോൾ വുളു മുറിയുകയില്ല. 1-ാമത്തേത് തെറ്റ് എന്നുള്ളതാണ്. 2-ാമത്തേത് ശരി എന്നുള്ളതാണ്. 3-ാമത്തേത് തെറ്റ് എന്നുള്ളതാണ്. മുസാഫഹത്ത് ചെയ്താൽ വുളു മുറിയുകയില്ല. ഉറങ്ങിയാൽ വുളു മുറിയും. വെള്ളം കുടിച്ചാൽ വുളു മുറിയുകയില്ല. ഇങ്ങനെയാണ് നമ്മൾ വുളു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി പഠിക്കേണ്ടത്. നമ്മൾ പഠിച്ച് നന്നായി മനസ്സിലാക്കി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടാൻ വേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടി പഠിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.